അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട MSFൻ്റെ നേതാക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായിക്കൊണ്ട് തൃത്താല MSFൻ്റെ നിയോജക മണ്ഡല സമ്മേളനം വളരെ മനോഹരമാക്കിയ തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ MSFൻ്റെ ഒസാമയുടെയും ഷാക്കിറിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, MSFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫു പിലാക്കൽ, അതോടൊപ്പം തന്നെ തൃത്താലയിലെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കൾ, നല്ലൊരു സമയത്താണ് എനിക്കിവിടെ സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഒന്നാമത്തെ കാര്യം, നല്ല ബിരിയാണിയല്ലേ കഴിച്ചേ? നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ അഫ്നയുടെയൊക്കെ നല്ല മനോഹരമായ പാട്ടും കേട്ട് നിങ്ങൾ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ഉറക്കത്തേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോവോ? ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾക്കറിയാം, ഇത്രയും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്, അതിൻ്റെ സമാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സംസാരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് MSFൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിലും മണ്ഡലം തലങ്ങളിലും MSFൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ തൃത്താലയിലും ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുന്നതും ഞങ്ങളടക്കം തൃത്താല മണ്ഡലത്തിലും ഇതുപോലെ MSFൻ്റെ സമ്മേളനത്തിലും ഭാഗമാകുന്നു എന്നൊക്കെ. എനിക്ക് മുൻപ് ഇവിടെ കുറേ നേതാക്കന്മാരിവിടെ സംസാരിച്ചു. പ്രിയപ്പെട്ട MSFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK നവാസ് സാഹിബ് അടക്കം ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചിട്ടും ഇപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചിട്ടൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേഡൽ ജിൻസൺ, നിങ്ങൾ കേട്ടിരിക്കണോ? പത്രം വായിക്കലുണ്ടോ? യൂട്യൂബാണോ നിങ്ങൾ കാണാറുള്ളത്? നിങ്ങൾക്ക് പെസ് അറിയോ? ഫ്രീ ഫയർ അറിയോ? അപ്പം ഞാൻ എനിക്കെന്താ പറയുക, ഞാൻ ശരിക്കും സംസാരിക്കുന്ന, ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരോട് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പെസ് കളിക്കാറുണ്ട്, ഫ്രീ ഫയർ കളിക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടൊക്കെ ഉണ്ട്. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേഡൽ ജിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ 5-ാം പാതിര സിനിമ കണ്ടുക്കണോ? ഓക്കെ. അപ്പോൾ അതിൽ ഉള്ളൊരു കഥാപാത്രമുണ്ട്, ഒരു ചുരുണ്ട മുടിയൊക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഈ കേഡൽ ജിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വെച്ചിട്ട് ഒരു റെഫർ ചെയ്തെടുത്താന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഈ കേഡൽ ജിൻസൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ അവസാനത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കേഡൽ ജിൻസൺ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയോ? സിമ്പിളായിട്ടുള്ളൊരു കുറ്റമാണ്. സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നു, അതുപോലെ തന്നെ കൂടെപ്പിറപ്പിനെയും കൊന്നു, വീട്ടിലിരിക്കുന്നൊരു ബന്ധുവായിട്ടുള്ളൊരു സ്ത്രീയെയൊക്കെ കൊന്നു. 4 പേരെ കൊന്നിട്ടാണ് കേഡൻ ജയിലിലേക്ക് പോകുന്നത്. അപ്പം കേഡൻ ചെയ്തിട്ടുള്ള പല പല വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും കേഡൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം കേഡൻ ചെയ്യാനുള്ള തെറ്റ് എന്ന് പറയുമ്പം, ഒന്ന് അവർക്കുണ്ടാവേണ്ട അല്ലെങ്കിൽ സാമൂഹികമായിട്ടൊരു അടുപ്പമില്ലായിരുന്നു കേഡന് എന്നാണ് പറയുന്നത്. സാമൂഹികമായിട്ട് പ്രത്യേകിച്ചും ഒരു അടുപ്പമില്ലായിരുന്നു, സമൂഹത്തിനോടൊന്നും വലിയ പ്രതിബദ്ധതയില്ലായിരുന്നു, അങ്ങനെ സോഷ്യൽ അല്ലാത്ത ആളായിരുന്നു കേഡൻ എന്ന് പറയുന്നത്. അതോടൊപ്പം അയാൾ ലഹരി കൂടെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്.
അങ്ങനെ ഉള്ളൊരാളുടെ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ആ വിധി അല്ലെങ്കിൽ വരാൻ പോകുന്ന വിധിയൊക്കെ ചർച്ച ചെയ്യേണ്ട കാലത്താണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്, അല്ലേ? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം MSF ഇവിടെ സമ്മേളനങ്ങൾ നടത്തുന്നു. നിങ്ങളടക്കമുള്ള ഞാനടക്കമുള്ള ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഇവിടെ സമ്മേളനങ്ങൾ നടത്തുന്നു. എങ്കിൽ ആ സമ്മേളനത്തിൻ്റെ ബാക്കി പത്രമായിട്ട് അല്ലെങ്കിൽ റിസൾട്ടായിട്ട് എന്താണ് നമുക്ക് കിട്ടേണ്ടത് എന്നതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഇത്തരം ഈ കേഡൽ ജിൻസനെ പോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അഫാനെ നമ്മൾ കേട്ടതാണ്, അല്ലെങ്കിൽ അഫാനെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് താമരശ്ശേരിയിൽ ഉമ്മയെ കൊന്ന ഒരാളെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്, അല്ലെങ്കിൽ ഷിബിലെ കൊന്നിട്ടുള്ള അല്ലെങ്കിൽ യാസറിനെ കുറിച്ച് കേട്ടതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഇൻഫ്ലുവൻസ് നടക്കുന്ന അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്തുകൊണ്ട്, ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ച സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പെസ് കളിക്കാറുണ്ടോ, നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാനൊക്കെ നിൽക്കുന്ന സമൂഹത്തിൽ അതിന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് ബോധം ഉണ്ടാവില്ലേ, അല്ലേ? നമ്മൾ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറേ. അതായത് നമ്മളൊക്കെ പറഞ്ഞ പാരലൽ വേൾഡിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഡിജിറ്റലിനായിട്ടുള്ള പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ MSFൻ്റെ സമ്മേളനം നടക്കുക, ഞാൻ നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും അല്ലെങ്കിൽ പറയുന്ന സമയത്തും എനിക്കത് നിങ്ങളുടെ മൈൻഡിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ പറയുന്നത്, 10 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട്, മാതാപിതാക്കളോട്, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ എത്ര സമയം നിങ്ങൾ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മൊബൈലിൽ സമയം എടുത്ത് നോക്കിയാൽ മതി, അല്ലേ? മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് എത്രത്തോളമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. മുൻപുണ്ടായിരുന്ന 1 മണിക്കൂറൊക്കെ ഇപ്പോൾ ചുരുങ്ങിയതാണ്. കാരണം ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 7-8 മണിക്കൂറായിട്ട് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ MSF എത്രത്തോളമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ നിങ്ങൾ മനസ്സിലാവേണ്ടത് കേഡൽ ജിൻസനെ പോലെ എന്തുകൊണ്ട് അയാൾക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല, അയാൾ സോഷ്യൽ അല്ല എന്ന് പറയുന്നിടത്താണ് MSFൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി, നിങ്ങളിപ്പോൾ MSFകാരനാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടില്ല. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഏതെങ്കിലും രാഷ്ട്രീയം പറയുന്ന പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അതിൽ നിന്ന് നിങ്ങൾ എന്താണോ ശരി തെറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് കഴിയണമെന്നാണ് MSF പറയുന്നത്. കാരണം എന്തെന്നാണ്, അങ്ങനെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ സോഷ്യലായിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളും അഫാനെ പോലെയും കേഡൽ ജിൻസനെ പോലെയൊക്കെ ആളുകളായി മാറിയേക്കാം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഇത് തൃത്താല മണ്ഡലാണ്, അല്ലേ? മേഴത്തൂരാണ്. മേഴത്തൂരിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? എന്താണ് മേഴത്തൂരിൻ്റെ ഒരു ചരിത്രം, ഐതിഹ്യമൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്കൂളിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തൃത്താലയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. എന്താണ് മേഴത്തൂരിൻ്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ, ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. എന്താണ്? പോരട്ടെ, പറഞ്ഞോളൂ. അതായത് മേഴത്തൂൾ അഗ്നിഹോത്രി എന്നുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോശമാണ് കേട്ടോ. അതായത് തൃത്താല ഇവിടെ നിന്നിട്ട് മേഴത്തൂര് നിന്നിട്ട് മേഴത്തൂൾ അഗ്നിഹോത്രി എന്നുള്ള പറഞ്ഞൊരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാം, പറയിപ്പെറ്റ പന്തിരകുലം എന്നുള്ള സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും മേഴത്തൂരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ ബന്ധം? ഒരു ഐതിഹ്യമാണ്, അല്ലേ? ഒരു ഐതിഹ്യമാണ്. പറയിപ്പെറ്റ പന്തിരകുലം എന്ന് പറയുമ്പോൾ ഒരു 12 മക്കളുടെ അല്ലേ, 12 മക്കളുടെ എന്ന് പറയുമ്പോൾ അതിൽ പല ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതിൽ നിങ്ങൾ നാറാണത്ത് ഭ്രാന്തനെ കേട്ടിട്ടുണ്ട്, അല്ലേ? പിന്നെ ആരാണ് അതിലുണ്ടായിരുന്നത്? 12 പേരിൽ മേഴത്തൂൾ അഗ്നിഹോത്രി, പിന്നെ
അതുപോലെ കുറേ ആളുകൾ 12 പേരുണ്ടായിരുന്നു. ഈ 12 ആളുകളുടെ ഇപ്പോൾ ഞാനിവിടെ മേഴത്തൂർ നിൽക്കുമ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സാമ്യമുണ്ട്. കാരണം നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ MSF സംസാരിക്കുന്ന ഐക്യം, അതിജീവനം, അഭിമാനം എന്നതിൻ്റെ ആദ്യത്തെ വേർഡായിട്ടുള്ള ഐക്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് മേഴത്തോട് അഗ്നിഹോത്രി എന്ന് പറയപ്പെട്ട പന്തിരകുലത്തിലെ 12 ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാം. കാരണം എന്താണ്, അവിടെ ഒരു ഐക്യമാണ്. 12 ആളുകളും എന്തായിരുന്നു, 12 അല്ലെങ്കിൽ പല ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു ബ്രാഹ്മണനും അതുപോലെ തന്നെ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടായിരുന്ന 12 മക്കൾ, നാറാണത്ത് ഭ്രാന്തനടക്കമുള്ള 12 മക്കളുടെ അവരുടെ ഒരു യൂണിറ്റിയുടെ, അല്ലെങ്കിൽ ആ യൂണിറ്റിയുടെ ഒരു കഥ പറയുന്ന, അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു തൃത്താലയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആ ഐതിഹ്യത്തെക്കുറിച്ചൊരു പൂർണ്ണ ബോധം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം കഥകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. മുന്നൊക്കെ നമ്മൾ കഥ പറയുക, ചരിത്രം കേൾക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. എന്നാൽ ചരിത്രത്തെ മാറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ചരിത്രം മാറ്റിവെക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലുള്ള ചരിത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചരിത്രം മറന്നു പോകുന്നുണ്ട്. ആ ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുചിത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ള ആളുകളായിരിക്കണം. ചുറ്റുവട്ടത്തും സ്വാഭാവികമായിട്ടും അരാഷ്ട്രീയത കേൾക്കാറുണ്ട്, അല്ലേ? ഇതൊന്നും നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞാൻ വേറെ തന്നെ നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകിച്ച് പക്ഷമില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു പക്ഷമുണ്ട്. കാരണം നമ്മൾ എല്ലാ കാലത്തും നിൽക്കുന്നത് മൈനോറിറ്റീൻ്റെ കൂടെയാണ്. MSF, മുസ്ലിം ലീഗൊക്കെ നിൽക്കുന്നത് മൈനോറിറ്റിയുടെ കൂടെയാണ്. നമ്മൾക്ക് പക്ഷമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിൽക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആരുടെ കൂടെയാണെന്നറിയോ? നമ്മൾ നിൽക്കുന്നത് മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള, അതായത് നമ്മൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ MSFനെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് കൂടെ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ പാക്ക്, നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾ TV അയച്ചിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ TV കൂടെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടാവും. പഹൽഗാമായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. അതൊക്കെ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ബഹുമാനത്തോടു കൂടിയും, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ നമ്മൾ ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള ആളുകളാണ്. ആ സമയത്ത് എവിടെ നിൽക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് വാമിക സിംഗ് എന്നും സോഫിയ അല്ലെങ്കിൽ ഖുറേഷി എന്നും, അല്ലേ, ആളുകൾക്ക് വായിച്ചിട്ടുണ്ടോ, കേട്ടോ? 2 സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്തത്. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ബ്രീഫ് ചെയ്യുക എയർഫോഴ്സിലുള്ള 2 വനിതാ ഉദ്യോഗസ്ഥരാണ് ബ്രീഫ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന, നമ്മൾ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയും 2 സ്ത്രീകൾ ഇങ്ങനെ ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ, ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഭാവി എന്താണെന്നും നമ്മുടെ തലമുറയിലേക്ക് നമുക്ക് ഇപ്പോൾ 2 പൈലറ്റുമാരായിട്ടുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്തതെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഈ സമയത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോലി സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നിങ്ങളിൽ പലർക്കും അങ്ങനെ സംശയം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരാണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹമുള്ള? ഒന്ന് കൈവക്കിക്കേ. അതായത് UK-യിലേക്കും US-ലേക്കും പുറത്തേക്കും നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ്, ഇപ്പം ഇന്ന് CBSE റിസൾട്ട് വന്നു, കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ആർക്കെ താല്പര്യം? ഒന്ന് കൈവക്കിക്കേ. നല്ല ഉറക്കമാണെന്ന് എനിക്കറിയാം, എന്നാലും പൊക്കിക്കോ കൈ. പുറത്ത് പോയി പഠിക്കണം, പുറത്ത് ജോലി ചെയ്യണം, ഞങ്ങൾ ലിവർപൂളിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഉണ്ട് അല്ലേ? കുറേ പേരുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ കാരണം? ഉണ്ടാവുമല്ലോ, എന്താണ് ആഗ്രഹമുള്ള ഒരു കാരണം, റീസൺ എന്താ? കുറച്ചും കൂടെ ജോലി സാധ്യത ഉണ്ട്, അല്ലേ? നമ്മൾ പഠിക്കുന്ന തൊഴിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. നമ്മുടെ രാജ്യത്ത് 45%, ഇപ്പോഴുള്ള യുവാക്കളിൽ 45% തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ആളുകൾ യു കെയിലേക്കും യു എസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തൊക്കെ പോകുന്നത്. എന്നാൽ അവിടുത്തെ അവസ്ഥ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ വിദ്യാർത്ഥികളുടെ വിസ വരെ കട്ടാക്കുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രയും ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ആളുകൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട്. അപ്പം നമുക്ക് അത്രയും 100% നമുക്ക് ഉറപ്പാണ് നമ്മുടെ കേരളത്തിൽ എന്തിൻ്റെ കുറവുണ്ട്? നല്ല തൊഴിലിൻ്റെ കുറവുണ്ട് അല്ലേ? PSC അടക്കമുള്ള ഈ സർക്കാർ ഉദ്യോഗത്തിന് അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വിസിബിലിറ്റി നമുക്ക് കാണുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ തൊഴിലിലുള്ള അക്കോമഡേഷൻസ് ഒന്നും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ജീവിക്കും. ഇപ്പം തൃത്താല മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ? തൃത്താല മണ്ഡലത്തിൽ ഇപ്പം ഇവിടുത്തെ MLA ആരാ? മന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലേ? എന്ത് മന്ത്രിയാ? പോരട്ടെ, പറഞ്ഞോളൂ. തദ്ദേശ അല്ലേ? അപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾ MLAയുടെ ഭരണത്തിൽ അല്ലെങ്കിൽ MLAയുടെ ഇവിടുത്തെ ഒരു നോക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഭരണത്തിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ ഇതിന് മുൻപുണ്ടായിരുന്ന MLA ആരായിരുന്നു? VT ബൽറാം ആയിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ നേരത്തെ നവാസ്ക സംസാരിച്ച് ഞാൻ ലൈവിൽ കേട്ടു. പറയുന്ന കാര്യമാണ്, അതായത് തൃത്താല മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ട് MSF ഭരിക്കുന്ന അല്ലേ? ഇല്ലേ? ഈ MSF ഭരിക്കുന്ന ഈ കോളേജ് ആരാ കൊണ്ടുവന്നേ? UDF ആണ് കൊണ്ടുവന്നത് അല്ലേ? അത് മാത്രമല്ല, ഈ തൃത്താലയിൽ കൂറ്റനാട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടല്ലോ അല്ലേ? അറിയോ? അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ET ബൽറാമിൻ്റെ കാലത്ത്. അതായത് നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ. പക്ഷേ എന്നാൽ ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് എന്ന് പറയുന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള MLA എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ അതിനെക്കുറിച്ച് തൃപ്തിയല്ല, 100% തൃപ്തിയല്ല നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ നോട്ടത്തിലൊക്കെ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അങ്ങനെ തൃപ്തിയല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിൽ നേരിടാമെന്നാണ്. കാരണം ഇവിടെ ഇപ്പോൾ CBSEൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം 10th റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാ സമയത്തും പറയുന്നത് 10ാം ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അല്ലേ? പറയാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളോട് പറയും +2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മളോട് പറയും എൻജിനീയറിങ്ങോ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഗതി നിർണ്ണയിക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ കാലത്തും നമ്മുടെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ, ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്, ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് മലബാർ ജില്ലകളിലൊക്കെ നല്ല A+കളുണ്ട്. എന്നാൽ പാലക്കാടും മലപ്പുറവും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിൽ, കണ്ണൂർ അടക്കമുള്ള ജില്ലയിൽ ഇത്രയും A+ കിട്ടിയിട്ടുള്ള, ഇത്രയും പാസ്സായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം തൃത്താല മണ്ഡലത്തിലൊക്കെ എത്രത്തോളം സീറ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് അല്ലേ? എത്രയോ ആളുകൾ പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിൽ കിട്ടേണ്ട വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എത്ര ആളുകൾ പോകുന്നുണ്ടെന്ന്. ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കിയത് UDF ആണ്. എന്നാൽ ഈ ഇത്രയും കാലത്ത് ഇവിടെ എന്തുവാണ് രാജേഷ് അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങൾ MSF നടത്തുന്നത്. ഇവിടെ തൃത്താല മണ്ഡലത്തിൽ സമ്മേളനം നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചുറ്റുള്ള വലിയൊരു ലോകമുണ്ട്. നമുക്ക് 10ാം ക്ലാസ് നേടിക്കഴിഞ്ഞ് നല്ല ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് +2ലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ LLBയോ ഏത് പ്രൊഫഷനിലേക്കും നമുക്ക് പോവാം, MBA BBA എന്തിലേക്കും നമുക്ക് പോകാൻ പറ്റും. എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലത്ത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ല മനുഷ്യന്മാരാവുക എന്നുള്ളത് അല്ലേ? കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ രൂപത്തിലേക്ക് തൃത്താല മണ്ഡലത്തിലടക്കം 2 ബാറാണ് ഇപ്പോൾ കുറച്ച് മുൻപേ തുറന്നിട്ടുള്ളത്.
അല്ലേ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അതായത് 2 ബാറുകളാണ് തോന്നിട്ടുള്ളത്. നമ്മളെ വഴിതെറ്റിക്കാൻ ഓരോ കാരണങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരാണ്. നമ്മൾ വഴിതെറ്റി പോകാൻ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഒരേ സമയത്ത് എന്ത് പറയുന്നുണ്ട് അല്ലേ, ഇവിടെ ഓരോന്ന് കഞ്ചാവ് പിടിക്കുന്നുണ്ട്, ലഹരി പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ചെറിയ റീറ്റെയിൽ പെഡ്ലേഴ്സ് ആയിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മിഡിൽ നിൽക്കുന്ന ആളുകളെയും അപ്പുറത്തേക്ക് അതിൻ്റെ സോഴ്സിനെ തേടി പോയിട്ട് ഗവൺമെൻറ് ഇവിടെ പോകുന്നില്ല. പകരം എന്താണ് ഇതിനുള്ള അവസരങ്ങൾ നമുക്കടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഒരു MSFകാരൻ എന്ന നിലയ്ക്ക്, ഒരു MSFകാരി എന്ന നിലയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും ഇത്തരത്തിലും സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളോട് രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 30 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിൽ MSFകാരൻ്റെ രാഷ്ട്രീയമുണ്ട്. അതിലെങ്ങനെയാണ് ഒരു MSFകാരനാവേണ്ടത്, ഒരു MSFകാരി ആവേണ്ടത് നിങ്ങളോട് ഇവിടെയുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളത് കൊണ്ടുവരുമ്പോൾ അപ്പോഴാണ് നമുക്കൊക്കെ യഥാർത്ഥ മനുഷ്യന്മാരാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ചുറ്റുവട്ടം നമ്മളെ വഴിതെറ്റിക്കാനുള്ള ലഹരി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് അത്ര കാലമൊന്നുമല്ല. ഇപ്പോൾ യൂട്യൂബിൽ നമ്പർ 1 ആയിട്ടുള്ള, അതായത് നമ്മളെപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വെറുതെ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ പഹൽഗാം അറ്റാക്ക് നടന്നു അല്ലേ, ഇവിടെ പാക് ഇന്ത്യ ഇഷ്യൂസ് നടന്നു, ഇവിടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് എടുത്ത് വെറുതെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിലുള്ള യൂട്യൂബ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എന്തായിരിക്കും നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വളക്കാപ്പ് ചടങ്ങോ, ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഞാൻ ഇങ്ങോട്ടേക്ക് പോവാം അല്ലെങ്കിൽ ഞാൻ മറ്റു രാജ്യം കാണാം എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം ചടങ്ങുകളൊക്കെ ആയിരിക്കും നമ്പർ 1 ആയിട്ട് നിൽക്കുക. കാരണം എന്താണ്, ആ നമ്പർ 1 ആക്കുന്നത് ആരാ? നമ്മളടക്കമുള്ള ഓരോ ആളുകളാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയിട്ടുള്ള ആളുകളുടെ കുറേ വീഡിയോസ് കണ്ട് നമ്മുടെ സമയം ചെലവഴിക്കുക. അതാണ് നമ്മുടെ റിയൽ ലൈഫ് എന്നും അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യമെന്നും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും, നമുക്ക് നിർബന്ധമായി ഫോണില്ലാതെ നമുക്ക് ഈ കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ല, സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഈ കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മൾ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ അതിന് കുറച്ച് സ്ക്രീൻ ടൈമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മേഴത്തുൾ അഗ്നിഹോത്രിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയത്ത് നമുക്കറിയാം യൂണിറ്റിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ച് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം യൂണിറ്റുകൾ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ല. നമ്മളെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ കൊന്നു തള്ളുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വലുതാവുന്നുണ്ട്. ആ സമൂഹത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെയും അനുജത്തിമാരെയും അതിനുവേണ്ടി പ്രാപ്തരാക്കുന്നത്. ഒരു പക്ഷേ ഇത്തരം സമ്മേളനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഇവിടെ ഇന്ന് ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ തൃത്താല മണ്ഡലത്തിലെ MSFൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ ഷാക്കിറിൻ്റെയും ഒസാമയുടെയൊക്കെ ഉള്ള നേതൃത്വത്തിലുള്ള ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർ തൃത്താല മണ്ഡലത്തിലെ തലമുറയെ സജ്ജീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അവർക്ക് ശേഷവും അല്ലെങ്കിൽ നമുക്ക് ശേഷവും പ്രളയം എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തൃത്താല മണ്ഡലത്തിലുള്ള, നമുക്കറിയാം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ അത് കഴിഞ്ഞ് 2026 നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തലമുറയെ സജ്ജീകരിക്കുകയാണ് ഇവിടെ MSF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങളെന്താ ചെയ്യേണ്ടത്? അത്തരത്തിൽ അങ്ങനെ അവരൊരു സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മളെ കേൾക്കുകയും അതോടൊപ്പം ഇനി അങ്ങോട്ടേക്കുള്ള കമ്മിറ്റിയിലേക്ക് കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളെ സ്വാധീനിക്കുന്ന പലതരം കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല മനുഷ്യരാവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരോടൊക്കെ സംസാരിക്കും. കാരണം ഇപ്പോഴത്തെ കാലം കുറേ മാറി. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് അവസ്ഥ? നിങ്ങൾ സ്കൂളിലിട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുന്ന സംഭവം എന്താണ്?
ഫോണ്. നിങ്ങൾ ആദ്യം എടുക്കുന്ന സംഭവം ഫോണാണ്. ആ ഫോണൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം നിങ്ങളുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ രാഷ്ട്രീയം സംസാരിക്കുക. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു കെട്ട കാലത്താണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഒരു കെട്ട കാലത്താണെന്നുള്ളതാണ്. ഇവിടെ ജീവിക്കുക എന്നുള്ളത് തന്നെ സമരമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാ? 1947 നടന്നു അല്ലേ? എന്നാൽ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു സമരത്തിലാണ് അല്ലേ? നമ്മളിപ്പോഴും സമരത്തിലാണ്. നമുക്ക് വഖഫിന് വേണ്ടി നമ്മൾ സമരം ചെയ്തു അല്ലേ? വഖഫ് നിയമമായിട്ട് മാറി. നമ്മൾ അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്തു. അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധ സമരങ്ങൾ നടത്തി. CANRCക്ക് വേണ്ടി നമ്മൾ പ്രതിഷേധ സമരങ്ങൾ നടത്തി. നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന കാലത്താണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഭരണഘടനയാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. ലാൻഡ് ഓഫ് എനിക്ക് എന്താ പറയുക, ലോ ഓഫ് ലാൻഡ് എന്നാണ് ഭരണഘടനയെ പറയാം. ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും ഈ ഭരണഘടന നോക്കിയിട്ട് ആളുകൾ നിയമം ഉണ്ടാക്കുക. ഏതെങ്കിലും നിയമത്തിൽ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന ഭരണഘടനയെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് ഏതെങ്കിലും നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമം അവിടെ വോയിഡാന്ന് പറയും, അല്ലെങ്കിൽ ആ നിയമം അവിടെ അസാധുവാണെന്ന് പറയും. ആ നിയമത്തിനൊരു പ്രാധാന്യമില്ല. എന്നാൽ അങ്ങനെയുള്ള ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ നമ്മളെ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നുള്ള അവകാശത്തിന് വേണ്ടി നമ്മളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളിവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്നും കേരളം ഭരിക്കുന്നത് CPM ആണെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം പൂരകങ്ങളായിട്ട് അല്ലെങ്കിൽ അവിടെ പരസ്യമായിട്ട് നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ രഹസ്യമായിട്ട് RSSന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡായി, നമ്മളടക്കമുള്ള വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ റീല് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നുണ്ടാവില്ല. 1-2 ആളുകൾ മാത്രം അതിൽ ചർച്ച ചെയ്യും. എന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് നല്ല ഡ്രസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യാം, നമ്മളെ ഫുട്ബോളിൻ്റെ കാര്യത്തെക്കുറിച്ച് ചെയ്യാം, വിരാട് കോഹ്ലിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ നമ്മൾ വന്നിട്ടുള്ള മണ്ണിൽ നിന്ന് നമ്മളെ ഇറക്കി വിടാൻ ഒരു സമൂഹം ഇവിടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ബോധമില്ല. നമ്മൾ വന്നത് മണ്ണിൽ നിന്നാണ് നമ്മൾ പറയാറില്ലേ അല്ലേ? നമ്മൾ പോകുന്നത് മണ്ണിലേക്കാണെന്നും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇനി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ മണ്ണിൽ ചവിട്ടി നമുക്ക് നടക്കണമെങ്കിൽ ആ മണ്ണിനവിടെ നിലനിൽപ്പ് വേണ്ടേ? ആ മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാടാൻ വേണ്ടിയിട്ട് കൂടിയാണ് MSF ഈ സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളൊന്നും നമ്മളാരും ഇവിടെ നിങ്ങളെക്കൊണ്ട് പറയുന്നുണ്ടാവില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം, അവിടെ വർഗീയത വിത്ത് പാകിയിട്ടുണ്ട്, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അവിടെ തമ്മിൽ തല്ലുന്നുണ്ട്. നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വേറെ ഏതോ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്കും വേറെ ഏതോ ചിന്തയിലേക്കുമാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. ഈ തൊഴിലില്ലായ്മ എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ രാജ്യത്ത് നമ്മൾ എത്രത്തോളമാണ് പ്രതിഷേധങ്ങൾ നേരിടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ തൊഴിലില്ലായ്മയെ കുറിച്ച് വലിയ ചർച്ചയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് ചർച്ച ചെയ്യാത്തത് കൊണ്ടോ അല്ല, നമ്മുടെ രാജ്യം പോലും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനെയും സോഷ്യൽ മീഡിയനെയൊക്കെ പോലും ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറെന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെന്തൊക്കെയോ, ഞാൻ പറഞ്ഞ പോലെ തൊട്ട് നിൽക്കാൻ മണ്ണുണ്ടെങ്കിലല്ലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. മണ്ണ് നമ്മൾ ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മണ്ണ് ഒലിച്ചു പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ട്. നിങ്ങളിവിടെ തൃത്താല മണ്ഡലത്തിലെ പുതിയ തലമുറയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഒരു ജെൻസി അല്ലേ, അങ്ങനെ പറയാം. ജെൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻസി ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തലമുറയാണ്. ചിലപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ നിങ്ങളെ കൂടി കുറച്ചും കൂടി കണക്റ്റ് ആവാൻ കുറച്ചും കൂടെ പ്രയാസം ഉണ്ടാവും. എന്നാൽ
ആ കണക്ടിവിറ്റിൻ്റെ കുറവ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള അന്തരമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആ അന്തരം നിങ്ങൾക്ക് ഇല്ലാതെയാവും. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ അങ്ങനെയാണ്, കാരണം കേൾക്കൂല എന്ന് പറയാറുണ്ട്. കാരണം അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ തലമുറയിനെ അങ്ങോട്ട് പറഞ്ഞു പോവാണ്, നിങ്ങൾ കേൾക്കൂല, നിങ്ങൾ അതിപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് കുറച്ച് രാഷ്ട്രീയം അറിയാം, ഞങ്ങൾ കൃത്യമായിട്ട് രാജ്യത്ത് എന്താ നടക്കുന്നത് അറിയാം, ഞങ്ങൾക്ക് പലസ്തീനിൽ എന്താ നടക്കുന്നത് അറിയാം, ഞങ്ങൾക്ക് ഇന്ത്യയിലുള്ള എന്താ പ്രശ്നമെന്നറിയാം. അതിന് എന്തുകൊണ്ടാണ് മൂന്നാം രാജ്യമായിട്ടുള്ള എങ്ങനെയാണ് അമേരിക്ക ഇടപെട്ടതെന്ന് ഞങ്ങൾക്കറിയാം, ട്രംപ് എന്താണ് ഇടപെട്ടതെന്നറിയാം, ചൈന എങ്ങനെയാണ് അത് ഇടപെട്ടത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ചുറ്റുവട്ടത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ വർഗീയമായിട്ടുള്ള വേർതിരിവുകളെ കുറിച്ചിട്ട് അറിയാം, തൃത്താല മണ്ഡലത്തിൽ എന്താണ് മന്ത്രി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, എന്ത് ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കേണ്ടതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ കാലത്തും 10ാം ക്ലാസ്സും +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടി കരിയറിസ്റ്റിക് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല ഡോക്ടർ വേണം അല്ലെങ്കിൽ എഞ്ചിനീയർ വേണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആവണം നിങ്ങൾ പറയുന്നുണ്ടാവും. അതിനേക്കാൾ ഉപരി ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജിത്തിമാരും ബോധവാന്മാരാവണം. അതല്ലാതെ നമ്മൾ പറയുന്ന ഓൺലൈൻ ഗെയിമുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് മാറരുത്. ഇവിടെ MSF തൃത്താല മണ്ഡലം കമ്മിറ്റി ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് നാളെ ഇവിടെ 4-5 ദിവസമായി നിങ്ങൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നാളെ ഇതിനേക്കാൾ ഉപരി ഇപ്പോൾ മുൻ വർഷത്തേക്കാൾ ഉപരി നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ പരിപാടി നടത്തുമ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? തൃത്താല മണ്ഡലം കമ്മിറ്റി സെറ്റാണ്, അല്ലെങ്കിൽ അവർ സജ്ജരാണ്, അല്ലെങ്കിൽ തൃത്താലയിൽ MSF സജ്ജരാണ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ MSF സജ്ജരാണ് എന്ന് തന്നെയാണ് അതിനർത്ഥമാക്കുന്നത്. എന്നാൽ അത് സജ്ജരാകുന്നതോടൊപ്പം നാളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു MSFകാരനില്ല എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് ലഹരി ആയിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, മറ്റു ചില പ്രശ്നങ്ങളായിക്കോട്ടെ, അവിടെ ഒരിക്കലും ഒരു MSFകാരൻ ഉണ്ടാവില്ല എന്നും കൂടെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാവണം നിങ്ങൾ ഇവിടെ നിന്ന് പോവേണ്ടത്. കാരണം ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കെട്ട കാലത്താണ് ജീവിക്കുന്നത്, സംശയമൊന്നുമില്ല. നമ്മൾ യുദ്ധം ചെയ്യേണ്ട, അല്ലെങ്കിൽ സമരം ചെയ്യേണ്ട, സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കും കൂടിയാണ് MSF ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന തലമുറയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും മാറണം. അതല്ലാതെ ഓർക്കതൊന്നും അറിയില്ല, വേറെ തന്നെ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. നമ്മളെ മുൻപിൽ വലിയൊരു വിശാലമായിട്ടുള്ള ലോകമുണ്ട്. ആ ലോകത്ത് എന്തൊക്കെയാണ് കുറവുകൾ, എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് നമ്മൾ നേരിടേണ്ട പ്രയാസങ്ങൾ, എങ്ങനെയാണ് നമ്മൾ അതിനെ അല്ലെങ്കിൽ മറികടക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും ബോധവാന്മാരാവണം. ഇവിടെ ഈ MSF നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും ഭംഗിയായിട്ട് ഷാക്കിറിൻ്റെയും ഒസാമയുടെ നേതൃത്വത്തിൽ ഇത്രയും അവരെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. അല്ലെങ്കിൽ അത് 4-5 ദിവസമായിട്ട് ഷറഫിനോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അവരുടെ സംസാരത്തിലുള്ളൊരു സ്പീഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? അത്രയും എഫേർട്ട് ഇവരൊക്കെ അതിനുവേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയും വിളിച്ച് നല്ലൊരു സംഘാടനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നിങ്ങളൊക്കെ വിളിച്ചിരുത്തുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾക്ക് നല്ല ബിരിയാണിയൊക്കെ കൊണ്ടുതരിക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ആ പ്രയാസമൊക്കെ മറികടന്നുകൊണ്ട് അവർ വളരെ മനോഹരമായിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോടും അനുജന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുക, നല്ല പോലെ ജീവിക്കുക, നല്ല സ്നേഹത്തിൽ ജീവിക്കുക. ഓക്കെ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുക, അതോടൊപ്പം കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയുന്ന, ധാരണയുള്ള,
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ള ചുറ്റുവട്ടത്ത് നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന BJPൻ്റെയും CPMൻ്റെയും കൊള്ളരുതായ്മയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോടൊപ്പം കുറച്ചും കൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹമായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. JMSF. അസ്സലാമു അലൈക്കും.